ഹായ് ഓൾ. അപ്പോൾ ഇനി നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് കെമിക്കൽ ചേഞ്ചസിനെ കുറിച്ചിട്ടാണ്. ഇതുവരെ നമ്മൾ പറഞ്ഞത് ഫിസിക്കൽ ചേഞ്ചസ് ആണ്. അപ്പോൾ ഈ ഫിസിക്കൽ ചേഞ്ചസ് ഒക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ? ആർ ഓൾ ചേഞ്ചസ് ഹാപ്പനിങ് അറൗണ്ട് us ഫിസിക്കൽ ചേഞ്ചസ്? നമ്മുടെ ചുറ്റും നടക്കുന്ന എല്ലാ ചേഞ്ചസും ഫിസിക്കൽ ചേഞ്ചസ് ആണോ എന്നാണ് ചോദിക്കുന്നത്. ആണോ? അല്ല. നമ്മുടെ ചുറ്റിലും ഫിസിക്കൽ ചേഞ്ചസ് മാത്രമല്ല നടക്കുന്നത്, കെമിക്കൽ ചേഞ്ചസും നടക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് കെമിക്കൽ ചേഞ്ചസ് നടക്കുന്നത് എന്നുള്ളതിന് കുറച്ച് എക്സാമ്പിളാണ് നിങ്ങൾക്ക് താഴെ തന്നത്. എങ്ങനെയാണത് നടക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാണ് താഴെ പറയുന്ന എക്സ്പെരിമെൻറ്റിലൂടെ. അപ്പോൾ നമ്മോട് ചോദിക്കുകയാണ്, ഹാവിൻ യു സീൻ പേപ്പർ ആൻഡ് വുഡ് ബേണിങ്? നിങ്ങൾ പേപ്പറും അതുപോലെ തന്നെ മരക്കഷ്ണങ്ങളൊക്കെ കത്തുന്നത് കണ്ടിട്ടില്ലേന്ന്. വാട്ട് ചേഞ്ച് ഡസ് ഹാപ്പൻ ഇയർ? ഇവിടെ നടക്കുന്ന ചേഞ്ച് ഏതാ? കത്തുന്നതാണ് ഇവിടെ. ഇവിടെ മരം വെട്ടല്ല. മരം വെട്ടുന്ന സമയത്ത് ഫിസിക്കൽ ചേഞ്ചാണ് വരുന്നത്. പക്ഷേ മരം കത്തുന്ന സമയത്ത് എന്ത് ചേഞ്ചാണ് വരിക? കെമിക്കൽ ചേഞ്ചാണ് വരുന്നത് അല്ലേ? അപ്പോൾ വാട്ട് ചേഞ്ച് ഡസ് ഹാപ്പൻ ഇയർ? ഇവിടെ ഏത് ചേഞ്ചാണ് വരുന്നത്? ഇവിടെ കത്തിയല്ലേ, മരം കത്തിയിട്ട് അതെന്തായിട്ട് മാറുകയാണ്? ചാരായിട്ട് മാറുകയാണ്. അപ്പോൾ ഇവിടെ കെമിക്കൽ ചേഞ്ചാണ് വരുന്നത്. കമ്പയർ ഇറ്റ് വിത്ത് ഫിസിക്കൽ ചേഞ്ച്. ഇത് ഒരു ഫിസിക്കൽ ചേഞ്ചുമായിട്ട് കമ്പയർ ചെയ്യാനാണ് പറയുന്നത്. യു ഹാവ് ആൾറെഡി അണ്ടർസ്റ്റുഡ് ദാറ്റ് വെൻ പേപ്പർ ഈസ് കട്ട് ടു മേക്ക് ന്യൂ ഷേപ്സ് ദി സബ്സ്റ്റൻസ് ഇൻ ദി പീസ് ഓഫ് ദി പേപ്പർ ആൻഡ് ദി പേപ്പർ ഡു നോട്ട് ചേഞ്ച്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പേപ്പർ കട്ട് ചെയ്തിട്ട് പുതിയ ഷേപ്പ് ആക്കിയിട്ട് മാറ്റുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ പേപ്പർ കട്ട് ചെയ്ത് പുതിയ ഷേപ്സ് ഫോം ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള എന്തെങ്കിലും സബ്സ്റ്റൻസിന് മാറ്റം വന്നിട്ടുണ്ടോ? ആ പീസ് ഓഫ് പേപ്പറിലുള്ള സബ്സ്റ്റൻസിന് മാറ്റം വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. അവിടെ എന്ത് മാത്രമേ മാറിയിട്ടുള്ളൂ? ഷേപ്പും സൈസും മാത്രമേ മാറിയിട്ടുള്ളൂ. പക്ഷേ സബ്സ്റ്റൻസ് സെയിം തന്നെയാണ്. പക്ഷേ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് കെമിക്കൽ ചേഞ്ചസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത്? സബ്സ്റ്റൻസിന് മാറ്റങ്ങൾ വരുമോ എന്നൊക്കെയുള്ളതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഈസ് ദി സബ്സ്റ്റൻസ് ഒബ്റ്റൈൻഡ് ആഫ്റ്റർ ബേണിംഗ് പേപ്പർ ദി സെയിം ആസ് ദി പേപ്പർ ബിഫോർ ബേണിംഗ്? അതായത് ഇതെന്താ ചോദിക്കുന്നത്? നമ്മൾ ഒരു പേപ്പർ എടുത്തു, ആ പേപ്പർ കത്തിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന സബ്സ്റ്റൻസും കത്തിക്കുന്നതിന് മുന്നേ നമ്മളെ കയ്യിലുള്ള സബ്സ്റ്റൻസും സെയിം ആണോ എന്നാണ് ചോദിക്കുന്നത്. സെയിം അല്ല, അത് രണ്ടും ഡിഫറെൻ്റ് ആണ്. കത്തിച്ച് കഴിഞ്ഞാൽ ഒരു സബ്സ്റ്റൻസും കത്തിക്കുന്നതിന് മുന്നേ വേറൊരു സബ്സ്റ്റൻസാണ് നമ്മളെ കയ്യിൽ ഉണ്ടാവുക. ഈസ് ഇൻ ദി ആഷ് ഒബ്റ്റൈൻഡ് ആഫ്റ്റർ ബേണിംഗ് ദി പേപ്പർ എ ന്യൂ സബ്സ്റ്റൻസ്? അതായത് പേപ്പർ കത്തിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു ചാരം പുതിയ സബ്സ്റ്റൻസ് ആണോ എന്നാണ് ചോദിക്കുന്നത്. യെസ്, അതെ, പുതിയ സബ്സ്റ്റൻസ് ആണ്. വാട്ട് ഹാപ്പൻസ് വെൻ ദി ഫയർവുഡ് ബേൺസ്? അതുപോലെ തന്നെ നമ്മുടെ ഒരു മരക്കഷ്ണം നമ്മൾ കത്തിച്ചു, എന്താണ് അവിടെ സംഭവിക്കുന്നത്? നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പറയുകയാണ്. ആർ ദി ചേഞ്ചസ് ദാറ്റ് ഒക്കർ ഹിയർ പെർമനൻ്റ് ഓർ ടെമ്പററി? നമ്മളൊരു പേപ്പർ കത്തിച്ചാലും ഒരു മരക്കഷ്ണം കത്തിച്ചാലും ഒക്കെ ആ ചേഞ്ച് എന്ന് പറയുന്നത് എങ്ങനെയാണ്? പെർമനൻ്റ് ആയിട്ടുള്ള ചേഞ്ചാണ്. അത് ടെമ്പററി അല്ല. പെർമനൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എന്നേക്കുമായിട്ടുള്ള ചേഞ്ചാണ്. നമ്മൾ ഒരു പേപ്പർ കത്തിച്ച് അതിന് ചാരാക്കിയിട്ട് മാറ്റി. നമുക്ക് ആ ചാരെടുത്തിട്ട് തിരിച്ച് പേപ്പറാക്കി മാറ്റാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് അത് പെർമനൻ്റ് ചേഞ്ചാണ്. ഫൈൻ മോർ എക്സാമ്പിൾ ഓഫ് പെർമനൻ്റ് ചേഞ്ചസ്. നമ്മളോട് പറയുകയാണ് പെർമനൻ്റ് ചേഞ്ചസിന് കുറച്ച് എക്സാമ്പിൾ കണ്ടെത്താൻ വേണ്ടിയിട്ട്. ഷാൾ ഡു വി ആൻ എക്സ്പെരിമെൻറ്റ് റിലേറ്റഡ് ടു ദിസ്? നമുക്ക് ഈ പെർമനൻറ്റ് ചേഞ്ചസിനെ കുറിച്ചിട്ട് ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്താലോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് എക്സാമ്പിൾ പറയണം. പെർമനൻറ്റ് ചേഞ്ചസിന് കുറച്ച് എക്സാമ്പിൾ പറയണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ തന്നെ തന്നു. എന്താണ്? ബേണിംഗ് ഓഫ് പേപ്പർ ബേൺ ചെയ്യുക. രണ്ടാമത്തെ എക്സാമ്പിളാണ് എന്ത്? ബേണിംഗ് ഓഫ് വുഡ്. നമ്മുടെ ഒരു മരക്കഷ്ണം എടുത്തിട്ട് ബേൺ ചെയ്യുക. അടുത്തത് എന്താ? കുക്കിംഗ് ഓഫ് വെജിറ്റബിൾസ്. നമ്മൾ എന്ത് ചെയ്തു? കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ട് അത് പാചകം ചെയ്തു. ആ വെന്ത വെജിറ്റബിൾസ് നമുക്ക് തിരിച്ച് നോർമൽ പച്ച വെജിറ്റബിൾസ് ആക്കിയിട്ട് മാറ്റാൻ പറ്റുമോ? ഇല്ല. അത് പെർമനൻറ്റ് ചേഞ്ചാണ് അല്ലേ? ഇനി അടുത്ത് നമുക്ക് വേറെ എന്ത് എക്സാമ്പിൾ പറയാം? ഡൈജഷൻ ഓഫ് ഫുഡ്. നമ്മൾ ഭക്ഷണം കഴിച്ചു, അതെന്ത് ചെയ്തു? നമ്മുടെ ശരീരത്തിൽ നിന്ന് അതെന്ത് ചെയ്തു? ദഹിച്ചു. ആ ദഹിച്ച ഫുഡിനെ നമുക്ക് തിരിച്ച് നോർമലി നമ്മൾ കഴിച്ച പോലെയുള്ള ഫുഡാക്കി മാറ്റാൻ പറ്റുമോ? ഇല്ല. ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? പെർമനൻറ്റ് ചേഞ്ചസിന് എക്സാമ്പിളാണ്. ഇനി ഈ പെർമനൻറ്റ് ചേഞ്ചസ് അല്ലെങ്കിൽ കെമിക്കൽ ചേഞ്ചസ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യാം. അതിന് എന്തൊക്കെ മെറ്റീരിയൽസാണ് ആവശ്യമായിട്ടുള്ളത് എന്നാണ് ഇവിടെ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ഷുഗർ വേണം, സ്പൂൺ വേണം, മാച്ച് ബോക്സ് വേണം, ക്യാൻഡിൽ വേണം, കോക്കനട്ട് ലീഫ് മിഡ്രിബ് വേണം, അതുപോലെ തന്നെ ഒരു ലാമ്പും വേണം. എന്നിട്ട് എന്താ പറയുന്നത്? ടേക്ക് എ ലിറ്റിൽ ഷുഗർ ഇൻ എ സ്പൂൺ ആൻഡ് ഹീറ്റ് ഇറ്റ് യൂസിങ് ദി ലാമ്പ്. കുറച്ച് എന്തെടുക്കുക? ഷുഗർ എടുക്കുക, കുറച്ച് പഞ്ചസാര എടുത്തിട്ട് അതെന്ത് ചെയ്യുക? ഒരു ലാമ്പിൽ വെച്ചിട്ട് അത് ചൂടാക്കുക. ഒബ്സർവ് ദി ചേഞ്ച് ഇൻ ദി ഷുഗർ. എന്നിട്ട് എന്ത് ചെയ്യുക? ആ ഷുഗറിൽ വരുന്ന മാറ്റം നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുക. ടേക്ക് ദി മോൾട്ടൺ ഷുഗർ ഓൺ എ കോക്കനട്ട് ലീഫ് മിഡ്രിബ് ആൻഡ് ടേസ്റ്റ് ഇറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം ഒരു സ്പൂണിൽ നമ്മൾ കുറച്ച് പഞ്ചസാര എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? അത് ചൂടാക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? അപ്പോൾ അത് ഉരുകും. അപ്പോൾ ഉരുക്കി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഒരു കോക്കനട്ട് ലീഫ് മിഡ്രിബ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ആ കോക്കനട്ട് ലീഫ് മിഡ്രിബ് കൊണ്ട് കുറച്ചും കൂടി തോണ്ടിയെടുത്തിട്ട് എന്ത് ചെയ്യുക? അതൊന്ന് ടേസ്റ്റ് ചെയ്യുക. വാട്ട് ഹാപ്പൻ ഓൺ ഹീറ്റിംഗ് ഇറ്റ് ഫർദർ? ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് പിന്നെയും ഹീറ്റ് ചെയ്യുക. അപ്പോൾ അത് നമ്മൾ ഹീറ്റ് ചെയ്തു, അപ്പോൾ അത് മോൾട്ടൺ സ്റ്റേറ്റിലെത്തി, അതായത് അത് ഉരുകി നമ്മൾ എന്ത് ചെയ്യുക? ടേസ്റ്റ് ചെയ്യുക. ഉരുക്കി കഴിഞ്ഞിട്ട് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയും ഹീറ്റ് ചെയ്യുക. ഡസ് ദി കളർ ഓഫ് ദി ഷുഗർ ചേഞ്ച്? ഷുഗറിൻ്റെ കളറിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. മാറ്റം വരുന്നുണ്ടോ? മാറ്റം വരുന്നുണ്ട് അല്ലേ? യെസ്.
ആഫ്റ്റർ കൂളിംഗ് ടേക്ക് ദി സബ്സ്റ്റൻസ് ഓൺ അനദർ കോക്കനട്ട് ലീഫ് മിഡ്രിബ്. എന്നിട്ട് എന്ത് ചെയ്യുക, അത് കുറച്ച് നേരം കൂൾ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, വേറൊരു കോക്കനട്ട് ലീഫ് മിഡ്രിബ് എടുത്തിട്ട് അതൊന്നുകൂടെ ടേസ്റ്റ് ചെയ്യുക. ഹീറ്റ് ഇറ്റ് അഗെയിൻ അണ്ടിൽ ഇറ്റ് ടേൺ ബ്ലാക്ക്. എന്നിട്ട് നമ്മൾ ആദ്യം ഒരു സ്പൂൺ എടുത്തു, അതിൽ എന്ത് ചെയ്തു, ഷുഗർ എടുത്ത് അത് ഹീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ടേസ്റ്റ് ചെയ്തു. പിന്നെ നമ്മൾ പിന്നെയും ഹീറ്റ് ചെയ്യുക. പിന്നെയും ഹീറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പിന്നെയും ടേസ്റ്റ് ചെയ്യുക. ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയും ഹീറ്റ് ചെയ്യുക. പിന്നെയും ഹീറ്റ് ചെയ്യണം. എത്ര നേരം ഹീറ്റ് ചെയ്യണം, അത് ബ്ലാക്ക് കളറായി മാറുന്നത് വരെ ഹീറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, വേറൊരു കോക്കനട്ട് ലീഫ് മിഡ്രിബ് എടുത്തിട്ട് അതൊന്ന് ടേസ്റ്റ് ചെയ്യുക. മനസ്സിലായോ? എന്നിട്ട് അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ടേസ്റ്റ് എന്താണെന്ന് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അത് കൂൾ ചെയ്യുക. കൂൾ ഇറ്റ് ആൻഡ് ടേസ്റ്റ്. പിന്നെ കൂൾ ചെയ്തിട്ടും അതൊന്നുകൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഈസ് ദർ എ ചേഞ്ച് ഇൻ ടേസ്റ്റ്? എന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് അവിടെ ടേസ്റ്റിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോയെന്ന്. ടേസ്റ്റിൽ ചേഞ്ച് ഉണ്ടാവും അല്ലേ? അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ചേഞ്ച് കിട്ടിയില്ലേ, ടേസ്റ്റിൽ ചേഞ്ച് ഉണ്ട്. ഈസ് ദിസ് എ ന്യൂ സബ്സ്റ്റൻസ്? അപ്പോൾ ഇവിടെ ഫോം ചെയ്തത് ഒരു പുതിയ സബ്സ്റ്റൻസ് ആണോ എന്നാണ് ചോദിക്കുന്നത്. യെസ്, ഇവിടെ ഒരു പുതിയ സബ്സ്റ്റൻസ് ഫോം ചെയ്തിട്ടുണ്ട്. ടാബ്ലേറ്റ് ദി ചേഞ്ച് ദാറ്റ് ഒക്കർ ടു ഷുഗർ അറ്റ് ഈച്ച് സ്റ്റേറ്റ്. ഇവിടെ ഓരോ സ്റ്റേറ്റിലും ഷുഗറിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എഴുതാനാണ് പറയുന്നത്. അപ്പം ഇവിടെ 3 കോളായിട്ട് തന്നാണ്. ഫസ്റ്റിലതിലുള്ളത് എന്താണ്, സിറ്റുവേഷൻ ആണുള്ളത്. രണ്ടാമത്തെ കോളത്തിലുള്ളത് ചേഞ്ച്. എന്തൊക്കെ ചേഞ്ചാണ് ഇവരിവിടെ കൊടുത്തത്? കളറിൽ ചേഞ്ച് ഉണ്ടോ എന്ന് നോക്കണം, സ്റ്റേറ്റിൽ ചേഞ്ച് വന്നണോ എന്നും പറയണം, അതുപോലെ തന്നെ ടേസ്റ്റിൽ ചേഞ്ച് വന്നണോ എന്നും പറയണം. വെദർ ന്യൂ സബ്സ്റ്റൻസ് ഫോംഡ്. ഇനി അടുത്തത് എന്താ പറയേണ്ടത്, പുതിയൊരു സബ്സ്റ്റൻസ് ഫോം ചെയ്തോ എന്നുള്ളതും പറയണം. അപ്പോൾ ഫസ്റ്റ് ഓൺ മൈൽഡ് ഹീറ്റിംഗ്, നമ്മൾ ചെറിയ ഹീറ്റ് കൊടുത്ത് ആ സമയത്ത് കളറിൽ ചേഞ്ച് വന്നോ? കളറിൽ ചേഞ്ച് ഇല്ല. സ്റ്റേറ്റ് എന്തായി, മെൽറ്റ് ചെയ്തു. ടേസ്റ്റിൽ ചേഞ്ച് ഉണ്ടോ? ടേസ്റ്റിൽ ചേഞ്ച് ഇല്ല. വെദർ ന്യൂ സബ്സ്റ്റൻസ് ഫോംഡ്? നോ, അവിടെ പുതിയ സബ്സ്റ്റൻസ് ഒന്നും ഫോം ചെയ്തില്ല. ഇനി അടുത്തത് വെൻ ദി മോൾട്ടൻ ഷുഗർ ഈസ് ഹീറ്റഡ് അഗെയിൻ. നമ്മൾ ഈ മോൾട്ടൻ ഷുഗർ എന്ത് ചെയ്തു, പിന്നെയും അങ്ങോട്ട് ഹീറ്റ് ചെയ്തു. അപ്പോൾ കളറിൽ ചേഞ്ച് ഉണ്ടോ? യെസ്, ലൈറ്റ് ബ്രൗൺ കളറായിട്ട് മാറും. സ്റ്റേറ്റ് എന്താവും? സ്റ്റേറ്റ് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് പോകും. ഇനി അടുത്തത് എന്താ, ടേസ്റ്റ് എന്താവും? സ്ലൈറ്റ് ബിറ്റർ ടേസ്റ്റ് ആയിട്ട് മാറും. വെദർ ന്യൂ സബ്സ്റ്റൻസ് ഫോംഡ്? യെസ്, അവിടെ ഒരു പുതിയ സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് എന്താ പറയുന്നത്, ഓൺ പ്രൊലോങ്ഡ് ഹീറ്റിംഗ്, നമ്മൾ പിന്നെയും ഹീറ്റ് ചെയ്യാണ്. അപ്പോൾ കളറിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? യെസ്, കളറിൽ ചേഞ്ച് ഉണ്ട്. എന്താവും, കളർ എന്തായിട്ട് മാറും? കളർ ബ്ലാക്ക് കളറായിട്ട് മാറും. സ്റ്റേറ്റ് എന്തായിട്ട് മാറും? സോളിഡ് ആയിട്ട് മാറും. ടേസ്റ്റോ? ടേസ്റ്റ് നല്ല സിവിയർ ബിറ്ററായിട്ട് മാറും. വെദർ ന്യൂ സബ്സ്റ്റൻസ് ഫോംഡ്? യെസ്, അവിടെയും പുതിയ സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് എന്താ പറയുന്നത്, അനലൈസ് ദി ചേഞ്ചസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സബ്സ്റ്റൻസ് ഫോംഡ് ഹിയർ. ഇവിടെ ഉണ്ടായിട്ടുള്ള ചേഞ്ചസും അതുപോലെ തന്നെ സബ്സ്റ്റൻസിനെയൊക്കെ അനലൈസ് ചെയ്യുക. ആർ ചാർക്കോൾ ദി ബ്ലാക്ക് സബ്സ്റ്റൻസ് ഒബ്റ്റെയിൻ അറ്റ് ദി എൻഡ് ആൻഡ് ദി ഷുഗർ ദി സെയിം. അതായത് നമ്മൾ പിന്നെ ഷുഗർ എടുത്തിട്ട് കുറേ ടൈം ഹീറ്റ് ചെയ്ത സമയത്ത് നമുക്കൊരു ബ്ലാക്ക് സബ്സ്റ്റൻസ് കിട്ടി. ആ ബ്ലാക്ക് സബ്സ്റ്റൻസ് എന്താണ്? ചാർക്കോളാണ്. ആ ചാർക്കോളും അതുപോലെ തന്നെ ഷുഗറും സെയിം ആണോ എന്നാണ് ചോദിക്കുന്നത്. നോ, അത് രണ്ടും സെയിം അല്ല. അതെന്ന് പറഞ്ഞാൽ ഒരു പുതിയ സബ്സ്റ്റൻസ് ആണ്, ന്യൂ സബ്സ്റ്റൻസ് ആണ് ഇത്, ചാർക്കോൾ. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദി ചേഞ്ച് ഇൻ ടേസ്റ്റ്? അവിടെ ടേസ്റ്റിൽ ചേഞ്ച് വന്നു, അതിന് കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത്. കാരണം എന്താ, അവിടെ അതിൻ്റെ കെമിക്കൽ ചേഞ്ച് വന്നു. അതുകൊണ്ട് തന്നെ അവിടെ ടേസ്റ്റിനും ചേഞ്ച് വന്നു. കെമിക്കൽ ചേഞ്ച് വന്നതുകൊണ്ടാണ് ടേസ്റ്റിന് ചേഞ്ച് വന്നത്. കൂൾ ദി സബ്സ്റ്റൻസ് ഒബ്റ്റെയിൻഡ്, നമുക്ക് കിട്ടിയ സബ്സ്റ്റൻസ് കൂൾ ചെയ്യുക. ഡസ് ദി ന്യൂ സബ്സ്റ്റൻസ് ടേൺ ബാക്ക് ഇൻ ടു ഷുഗർ? നിങ്ങൾക്ക് കിട്ടിയ സബ്സ്റ്റൻസ് കൂൾ ചെയ്ത സമയത്ത്, അതായത് നിങ്ങൾ കുറേ നേരം ഹീറ്റ് ചെയ്തു, എൻഡിൽ നിങ്ങൾക്കൊരു ബ്ലാക്ക് സബ്സ്റ്റൻസ് കിട്ടി. ആ സബ്സ്റ്റൻസ് പിന്നെ കൂൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഷുഗർ തന്നെ കിട്ടുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇല്ല, നോ. വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദീസ് ചേഞ്ച്? എന്താണ് ഈ ചേഞ്ചിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നാണ് ചോദിക്കുന്നത്. ഡിസ്കസ്, റെക്കോർഡ് ഇറ്റ് ഇൻ യുവർ സയൻസ് ഡയറി. എന്താണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്? ഈ ചേഞ്ചിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താ? ഈ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള ചേഞ്ചാണ്? അത് പെർമനൻറ്റ് ചേഞ്ചാണ്. ഇവിടെ എന്ത് വരുന്നുണ്ട്? അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ ചേഞ്ച് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതെന്താണ്? പെർമനൻറ്റ് ചേഞ്ചാണ്. പിന്നെ ഇവിടെ എനർജി എങ്ങനെയാണ്? എനർജി ഒന്നെങ്കിൽ അബ്സോർബ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ റിലീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പുതിയൊരു സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നുണ്ട്. നമ്മൾ ഷുഗർ നന്നായിട്ട് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ചാർക്കോൾ ഫോം ചെയ്യുന്നുണ്ട്. അപ്പം അവിടെ പുതിയ സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നുണ്ട്. പിന്നെ ചാർക്കോൾ നമുക്ക് തിരിച്ച് ഷുഗർ ആക്കാൻ പറ്റുന്നില്ല കൂൾ ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ ഇതൊരു പെർമനൻറ്റ് ചേഞ്ചാണ്. പിന്നെന്താ പറയുക, ഇവിടെ എനർജി അബ്സോർബ് ചെയ്യുക അല്ലെങ്കിൽ റിലീസ് ചെയ്യുക ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. ഇത്രയാണ് ഈ ഭാഗത്ത് പറയാനുള്ളത്.